JKR അക്കാഡമിയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. പ്ലാന്റ് അസിസ്റ്റന്റ് ഗ്രേഡ് 3 തസ്തികയിലേക്കുള്ള ക്ലാസ്സുകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ഉദ്യോഗാർത്ഥികൾ ആവശ്യപ്പെട്ടതനുസരിച്ച്, അതായത് മിൽമയുടെ പ്രധാന പദവികൾ, സുപ്രധാന പദവികളെ കുറിച്ചാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. കേരള കോപ്പറേറ്റീവ് മിൽക്ക് മാർക്കറ്റിംഗ് ഫെഡറേഷൻ മിൽമയുടെ ആദ്യ ചെയർമാൻ ആരാണ്? മിൽമയുടെ ആദ്യത്തെ ചെയർമാൻ പ്രയാർ ഗോപാലകൃഷ്ണനാണ്. 1984 മുതൽ 2001 വരെ അദ്ദേഹം മിൽമയുടെ ചെയർമാനായി സേവനമനുഷ്ഠിച്ചു. അദ്ദേഹത്തിന്റെ കാലത്താണ് മിൽമയുടെ പ്രവർത്തനങ്ങൾ സംസ്ഥാനത്തുടനീളം വിപുലീകരിച്ചതും ക്ഷീരകർഷകർക്ക് മികച്ച സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയതും. അപ്പോൾ കേരള കോപ്പറേറ്റീവ് മിൽക്ക് മാർക്കറ്റിംഗ് ഫെഡറേഷൻ, അതായത് മിൽമയുടെ ആദ്യ ചെയർമാനെ കുറിച്ചാണ് നമ്മൾ കണ്ടത്. മിൽമയുടെ ആദ്യത്തെ ചെയർമാൻ പ്രയാർ ഗോപാലകൃഷ്ണനാണ്. 1984 മുതൽ 2001 വരെ അദ്ദേഹം മിൽമയുടെ ചെയർമാനായി സേവനമനുഷ്ഠിച്ചു. അദ്ദേഹത്തിന്റെ കാലത്താണ് മിൽമയുടെ പ്രവർത്തനങ്ങളൊക്കെ സംസ്ഥാനത്തുടനീളം വിപുലീകരിച്ചതും ക്ഷീരകർഷകർക്ക് മികച്ച സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയതും. അടുത്ത് കേരള കോപ്പറേറ്റീവ് മിൽക്ക് മാർക്കറ്റിംഗ് ഫെഡറേഷൻ മിൽമ നിലവിലെ ചെയർമാൻ ആരാണ്? KS മണിയാണ് അല്ലേ? ഓർത്തിരിക്കുക, മിൽമയുടെ നിലവിലെ ചെയർമാൻ KS മണിയാണ്. അദ്ദേഹം മലബാർ റീജിയണൽ കോപ്പറേറ്റീവ് മിൽക്ക് പ്രൊഡ്യൂസേഴ്സ് യൂണിയന്റെയും ചെയർമാനാണ്. അപ്പോൾ ഓർത്തിരിക്കുക, മിൽമ നിലവിലെ ചെയർമാൻ ആരാണ്? KS മണിയാണ്. അദ്ദേഹം മലബാർ റീജിയണൽ കോപ്പറേറ്റീവ് മിൽക്ക് പ്രൊഡ്യൂസേഴ്സ് യൂണിയന്റെ ചെയർമാനുമാണ്. അതുപോലെ തന്നെ ചെയർമാൻ KS മണിയാണെന്ന് പറഞ്ഞു. മേഖല പാലക്കാടാണ്. അദ്ദേഹത്തിന്റെ നേട്ടങ്ങൾ ഓർത്തിരിക്കുക. 2026 ഇന്ത്യൻ ഡയറി അസോസിയേഷന്റെ IDA മികച്ച ഡയറി പ്രൊഫഷണൽ അവാർഡ് ലഭിച്ചു അദ്ദേഹത്തിന്. 2026 ഇന്ത്യൻ ഡയറി അസോസിയേഷന്റെ മികച്ച ഡയറി പ്രൊഫഷണൽ അവാർഡ് ലഭിച്ചു. അപ്പോൾ കേരള കോപ്പറേറ്റീവ് മിൽക്ക് മാർക്കറ്റിംഗ് ഫെഡറേഷൻ മിൽമയുടെ നിലവിലെ ചെയർമാൻ KS മണിയാണ്. അദ്ദേഹം മലബാർ റീജിയണൽ കോപ്പറേറ്റീവ് മിൽക്ക് പ്രൊഡ്യൂസേഴ്സ് യൂണിയന്റെയും ചെയർമാനാണ്. കേരള കോപ്പറേറ്റീവ് മിൽക്ക് മാർക്കറ്റിംഗ് ഫെഡറേഷൻ മിൽമയുടെ നിലവിലെ മാനേജിംഗ് ഡയറക്ടർ ആരാണ്? നിലവിലെ മാനേജിംഗ് ഡയറക്ടർ ശ്രീ ആസിഫ് കെ യൂസഫ് IAS ആണ്. ആരാണ്? ശ്രീ ആസിഫ് കെ യൂസഫ് IAS ആണ് നിലവിലെ മാനേജിംഗ് ഡയറക്ടർ. മിൽമയുടെ നിലവിലെ മാനേജിംഗ് ഡയറക്ടർ ശ്രീ ആസിഫ് കെ യൂസഫ് IAS ആണ്. മേഖലാ തലവന്മാർ മലബാർ മിൽമയുടെ മാനേജിംഗ് ഡയറക്ടർ ആരാണ്? KC ജെയിംസ് ആണ്. അതായത് മലബാർ മിൽമയുടെ മാനേജിംഗ് ഡയറക്ടർ ആരാണ്? KC ജെയിംസ് ആണ്. ഓർത്തിരിക്കുക. അടുത്ത് ശ്രീമതി മണി വിശ്വനാഥ് ആരാണ്? ചെയർമാൻ TRM CMPU ലിമിറ്റഡ് ക്ഷീര. അപ്പോൾ ഓർത്തിരിക്കണം, ശ്രീമതി മണി വിശ്വനാഥ് ആണ് ചെയർമാന്. തിരുവനന്തപുരം കോർപ്പറേഷന്റെ മിൽമയുടെ ചെയർമാൻ ആരാണ്? തിരുവനന്തപുരം മിൽമയുടെ ചെയർമാൻ ആരാണ്? ശ്രീമതി മണി വിശ്വനാഥ് ആണ് ചെയർമാൻ TRCMPU ലിമിറ്റഡ് ക്ഷീര. അടുത്ത് ശ്രീ വത്സലൻ പിള്ളൈ CN ചെയർമാൻ ERM CMPU, അതായത് എറണാകുളം മിൽമയുടെ ചെയർമാനാണ് ശ്രീ വത്സലൻ പിള്ളൈ CN ആണ്. ചെയർമാൻ ERCMPU ലിമിറ്റഡ് എടപ്പള്ളിയാണ്. ഓർത്തിരിക്കണം കേട്ടോ. അടുത്ത് ശ്രീമതി വാസുകി സെക്രട്ടറി AH&DD ഗവൺമെന്റ് ഓഫ് കേരള ട്രിവാൻഡ്രം കേരള. ശ്രീമതി K വാസുകിയാണ് സെക്രട്ടറി AH&DD ഗവൺമെന്റ് ഓഫ് കേരള ട്രിവാൻഡ്രം കേരള. അപ്പോൾ ഓർത്തിരിക്കണം കേട്ടോ. അടുത്ത് ശ്രീ OB സുരേഷ് കുമാർ ജോയിന്റ് സെക്രട്ടറി ആണ്. ജോയിന്റ് സെക്രട്ടറി ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റ് ഗവൺമെന്റ് ഓഫ് കേരള ട്രിവാൻഡ്രം ആണ്. ജോയിന്റ് സെക്രട്ടറി ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റ് ഗവൺമെന്റ് ഓഫ് കേരള ട്രിവാൻഡ്രം. അടുത്തത് ശ്രീമതി റോമി ജേക്കബ് ഡെപ്യൂട്ടി ജനറൽ മാനേജർ ആണ്. CS NDDB ആണ്. കെയർ ഓഫ് KCMMF ആണ്. ഓർത്തിരിക്കണം കേട്ടോ. ഇത് മിൽമയുടെ സുപ്രധാന പദവികൾ വഹിക്കുന്ന ഓരോരുത്തരുടെയും പേരുകളാണ്. ഓർത്തിരിക്കുക, ഓരോ പദവികളും കൃത്യമായിട്ട് താഴെ കൊടുത്തിട്ടുണ്ട്. എല്ലാം വളരെ പ്രധാനപ്പെട്ട സുപ്രധാന പദവികളാണ്. ചോദിച്ചാൽ പറയണം, അതുകൊണ്ട് തന്നെ പ്രത്യേകം ഓർത്തിരിക്കുക. അടുത്ത് ശ്രീ ആസിഫ് കെ യൂസഫ് IAS ആരാണ്? മാനേജിംഗ് ഡയറക്ടർ മിൽമ ഭവൻ ആണ്. മാനേജിംഗ് ഡയറക്ടർ മിൽമ ഭവൻ ശ്രീ ആസിഫ് കെ യൂസഫ് IAS. അടുത്ത് ശ്രീമതി ശാലിനി ഗോപിനാഥ് ആരാണ്? രജിസ്ട്രാർ ഓഫ് ഡയറി കോപ്പറേറ്റീവ്സ്, ഡയറക്ടർ ഡയറി ഡെവലപ്മെന്റ് ഡിപ്പാർട്ട്മെന്റ് പട്ടം PO. ഓർത്തിരിക്കണം, ശ്രീമതി ശാലിനി ഗോപിനാഥ്
രജിസ്ട്രാർ ഓഫ് ഡയറി കോപ്പറേറ്റീവ്സ്, ഡയറക്ടർ, ഡയറി ഡെവലപ്മെന്റ് ഡിപ്പാർട്ട്മെന്റ്, പട്ടം PO. അപ്പോൾ ഇതൊക്കെ സുപ്രധാന പദവികൾ വഹിക്കുന്ന പ്രമുഖ വ്യക്തികളുടെ പേരുകളാണ്. എല്ലാം കൃത്യമായിട്ട് ഓർത്തിരിക്കുക. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഒരിക്കൽ കൂടി എന്ന് ഓർമ്മ നിർത്തട്ടെ. നന്ദി, നമസ്കാരം.